പെൺമ പെരുമ അതുപോലെ തന്നെ നമ്മുടെ ചോറ്റുപാത്രം ഐഫ്രൂട്ട് 5 പേർക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇന്ന് നമ്മളിപ്പോ ഒരു 100-160 പേർക്ക് ഉണ്ടാക്കും. ഇത് വാഴത്തട ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാവുന്ന. ചോറ്റുപാത്രം വാങ്ങണമെങ്കിൽ അവർ എന്ത് അപ്രോച്ച് എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ വാഴപ്പിണ്ടിക്കായിട്ട് നെടുമങ്ങാടും വെള്ളായണിയും ഈവൻ കാട്ടാക്കട വരെ യാത്ര ചെയ്യും. പിന്നെ ഇതെല്ലാം തനി നാടൻ പച്ചക്കറികളാണ്. കൂടുതലും മുളപ്പിച്ച പയറാണ് കൂടുതൽ ഉപയോഗിക്കുക. ഫൈബർ കണ്ടന്റ് ഇത്രയും കൊടുക്കുന്നത് 49 രൂപയ്ക്കാണ് പ്രീ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. 17ഓളം പേരുടെ ഉച്ചഭക്ഷണം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് എന്റെ കൂടെ ഉള്ളത്, ശാലിന. ചേച്ചി, നമുക്കിപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഏത് കടയിൽ പോയി ഒരു ഐസ്ക്രീം പറഞ്ഞാലും അവർ ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ഇവിടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ ചക്ക എടുത്തുകൊണ്ട് വന്ന് അത് അരിഞ്ഞ് നേരിട്ടുണ്ടാക്കുന്ന ഐസ്ക്രീമാണ് അല്ലേ? ചെറുതായിട്ടെന്നേ അരച്ചതിനെ ഒന്ന് പേസ്റ്റ് ആക്കുക. അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യോ? ഇല്ലല്ലേ, ഒന്നുമില്ല. നാച്ചുറൽ ഐസ്ക്രീം. നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഐസ്ക്രീംസിന് പാല് നമ്മൾ കാച്ചി കുറുക്കി എടുത്ത് വെക്കുന്നത്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന മിൽക്ക് പൗഡർ, ഷുഗർലെസ് മിൽക്ക് പൗഡറാണ്. ഇതിലുള്ള മധുരം എന്ന് പറയുന്നത് ഈ ഫ്രൂട്ടിനകത്തുള്ള മധുരം തന്നെയാണ്. ഫ്രൂട്ടിനകത്തുള്ള മധുരം. 800 ml പാല് കുറുക്കി 200 ആക്കുക. ഇനി ഇതില് മധുരം വേണോന്ന് നമുക്ക് വേറൊരു തോന്നലുണ്ട്. മധുരം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഐറ്റം വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ചേർക്കാം. നമുക്ക് ചേർക്കുന്നില്ല. ചക്കയ്ക്ക് മധുരം കുറവായതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കായതുകൊണ്ട് കരിമ്പ് കറക്റ്റ് കരിമ്പിന് ഇത് ചെയ്തെടുത്തതാ. ഇത് വേണമെന്നും ഇല്ല. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മള് ഇത് മിക്സ് ചെയ്ത് കൊടുക്കും. ചേച്ചി, ഇതിന് എത്ര രൂപയാണ് വില വരുന്നത്? ഇത് ആക്ച്വലി ഈ ഒരു ഐസ്ക്രീം നമ്മൾ ചെയ്യുമ്പോൾ 200 രൂപയ്ക്ക് അടുത്താ വരിക. കാരണം അത്രയും ml മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് 87 രൂപ മുതൽ 220 രൂപ വരെയാണ് നമ്മുടെ അടുത്ത ഐസ്ക്രീമിന്റെ പ്രൈസ് വരുന്നത്. ജാക്ക് ഫ്രൂട്ട് ഇപ്പോൾ അവൈലബിൾ ആകുമ്പോൾ ഫ്രൂട്ടിന്റെ ഐസ്ക്രീം ആകുമ്പോൾ 187 ആ റേറ്റിനൊക്കെ വരിക. ഇതൊരു 3-4 പേർ കഴിക്കാൻ പറ്റുന്ന ചെന്നൈ പോലുള്ള ഒരാളാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ളത്. പക്ഷെ ഇത് പാലായതുകൊണ്ട് കുറെ കഴിയുമ്പോൾ നമുക്ക് വയറ് നിറയും, പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. കാര്യം സാധാരണ നമ്മൾ ഫ്ലേവേർഡ് ഐസ്ക്രീംസ് പോലെയല്ല, ഇതിനകത്ത് നമുക്ക് ജാക്ക് ഫ്രൂട്ട് പീസുകൾ കിടപ്പുണ്ട് ചെറുതായിട്ട്. അപ്പൊ ജാക്ക് ഫ്രൂട്ട് നമുക്ക് നേരിട്ട് തന്നെ കഴിക്കാം. അതുപോലെ തന്നെ പാലും ജാക്ക് ഫ്രൂട്ടും മാത്രം വേറെ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ അതിനകത്ത് ഫ്ലേവേഴ്സോ പഞ്ചസാരയോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും വരുത്താത്ത ഒരു ഐസ്ക്രീമാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാവുന്ന ഐസ്ക്രീം. പലർക്കും ഐസ്ക്രീം ഡോക്ടർമാർ പറയും ഐസ്ക്രീം കഴിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഞ്ചസാര ചേരുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. കാര്യം ഇവിടെ പഞ്ചസാര ഇടുന്നില്ല. പഞ്ചസാര ഇല്ല ഇവിടെ ഷോപ്പിൽ. പഞ്ചസാര ഇല്ല ഇതിനകത്ത്. അങ്ങനെ ഒരു കണ്ടെയ്നർ ഇല്ല. നമ്മളിവിടെ മേക്ക് ചെയ്യുന്നത് മോമോസും അതുപോലെ മിൽക്ക് ഷേക്സ് ആണെങ്കിൽ പോലും അതിൽ മധുരമില്ല. ജ്യൂസ് ആണെങ്കിലും മധുരമില്ല. അങ്ങനെയുള്ള പകരം വേറെ എന്തെങ്കിലും എനിക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ഐഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം 2020 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ? പക്ഷെ ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു അത്? ആക്ച്വലി ഞാനൊരു 2019 ഹെൽത്തിന്റെ കാര്യമായിട്ട് ഞാൻ ഫുൾ പാലിയേറ്റീവ് കെയറിലായിരുന്നു. ആ സമയത്താണ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ വന്ന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. വയനാട്ടിലായിരുന്നു 1 വർഷത്തോളം. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഗവൺമെന്റിൽ പ്രോജക്റ്റ് കൊടുത്ത് അങ്ങനെ ഒരു 18 lakhs പ്രോജക്റ്റ് കൊടുക്കുന്നു. 12 lakhs അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നു. അങ്ങനെ ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത്
അങ്ങനെ ഞാൻ എന്താ പറയാ നാളെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള അവസാന മിനുക്ക് പണികൾക്കിടയിലാണ് റെഡിയാക്കി. രാത്രി 8 മണിയായപ്പോൾ കോള് വന്നു, നാളെ മുതൽ ലോക്ക്ഡൗൺ ആണ്. അങ്ങനെ ഉദ്ഘാടനത്തിന്റെ അന്ന് ലോക്ക്ഡൗൺ ആയി. എന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ്. എന്നിട്ട് 10 മാസം അടച്ചിട്ടതാണ്. അപ്പം അതിനു മുമ്പ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാം നശിച്ചുപോയി. 2 പ്രാവശ്യം ആദ്യം നമ്മൾ നശിച്ചു പോയി. പിന്നെ നമ്മൾ രണ്ടാമത് ട്രിപ്പിൾ ലോക്ക്ഡൌണിന് മുമ്പുള്ള 21 ദിവസം വീണ്ടും ഇമ്പോർട്ട് ചെയ്തു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നു, അതും നശിച്ചു പോയി. മോർ ദാൻ 5 lakhs rupees നഷ്ടം ലോക്ക്ഡൗൺ കാല സമയത്ത്. ഈ ഐഫ്രൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ലൈവ് ഐസ്ക്രീം എന്നല്ലേ ഉദ്ദേശിച്ചത്? അപ്പം ഇതല്ലാണ്ട് ഐസ്ക്രീം അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ വാഫൽസ് മേക്ക് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ വീറ്റിന്റെ വാഫൽ പൗഡറാണ്. വി ആർ മേക്കിംഗ് ദാറ്റ് വൺ. പിന്നെ നമുക്കിവിടെ മിൽക്ക് ഷേക്സ് ഉണ്ട്. നമ്മൾ എല്ലായിടത്തും മിൽക്ക് ഷേക്സ് എന്ന് പറയുന്നത് എന്താ, പാലിങ്ങനെ ഐസാക്കി കട്ടിയാക്കി ഫ്ലേവർ ഇടുന്നു, പഞ്ചസാര ഇടുന്നു, പിന്നെ അതിനെ അടിച്ച് ബ്ലെൻഡ് ചെയ്യുമല്ലോ. ഇത് അങ്ങനെയല്ല കേട്ടോ. ഐസ്ക്രീംസ് ഒന്നും ഉപയോഗിക്കാതെ പാല് കുറുക്കി വെച്ചേക്കുന്ന പാല്, നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാല് കുറുക്കി വെക്കുന്നുണ്ട്. ആ പാലിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അന്നേരം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കും. പെട്ടെന്ന് അപ്പം തന്നെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പുതിയ ഐഡിയാസ് ആണല്ലോ. അതും പുതിയ ഐഡിയ. അപ്പം ഐസ്ക്രീം മാത്രമല്ല, ലൈവാണ്. ഷേക്ക് വരെ നമുക്ക് ലൈവാണ്. നമ്മളിവിടെ ഒരു സാധനം പോലും നമ്മൾ പ്രീ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തു വെക്കാറില്ല. അപ്പം ആൾക്കാർ ഓർഡർ തരുന്നു, അപ്പം പ്രിപ്പയർ വിത്തിൻ 5 to 10 minutes. പിന്നെ എന്തൊക്കെ സാൻഡ്വിച്ചസ്, ബർഗേഴ്സ്? സാൻഡ്വിച്ചസിന്റെ ബ്രെഡും വീറ്റിലാണ്, അത് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ്. പിന്നെ മോമോസ് ഓൾസോ വി ആർ മേക്കിംഗ്. വീറ്റ് മോമോസ് ഉണ്ട്. അതെല്ലാം മോമോസും നമ്മളൊരു 2-3 ഡേയ്സിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ട് പ്രോസസ് 2-3 ഡേയ്സ് എടുക്കും കേട്ടോ. അത് ലൈവായിട്ട് ഓടിപ്പെടും. കാരണം ഞാൻ പലപ്പോഴും ഇവിടെ കാണാറുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയാണ് വരുന്നത്. കുറുക്കിയെടുത്ത പാല് കൊണ്ട് ഐസ്ക്രീമും ഷേക്കും ഒക്കെ അടിക്കുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് അത് നമ്മൾ പറഞ്ഞില്ലേ. ആക്ച്വലി നമ്മുടെ ഈ കോൺസെപ്റ്റ് തന്നെ വിദേശ രാജ്യങ്ങളിലെ സ്ട്രീറ്റ് ഫുഡാണ്. അവരിതിനുള്ള പ്രിസർവ്സ് ഒക്കെ ഇങ്ങനെ പ്രിസർവ്സ് ഇല്ലാതെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതുപോലെ ഞാനൊരു ഭയങ്കര ഐസ്ക്രീം ലവറാണ്, ഐസ്ക്രീം ഫാന്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനം കഴിക്കണം എന്നുള്ള ഒരിത്. അപ്പോൾ അതിന് അത്രത്തോളം നമ്മളൊരു ഹാർഡ് വർക്ക് എടുക്കും. നോർമലായിട്ട് ഇങ്ങനൊരു സംരംഭം കാണുന്ന ഏതൊരാൾക്കും ആദ്യം തോന്നുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം എത്ര വിറ്റ് വരവൊക്കെ ഉണ്ടാവും, എത്ര ലാഭം ഉണ്ടാവും, നമ്മുടെ കയ്യിൽ എത്ര രൂപ ചിലവാകും? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കോവിഡ് ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ബ്രേക്ക് ഇവൻ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൻ ആവാനായിട്ട് നമുക്ക്, കാരണം 2 വർഷക്കാലത്തോളം കോവിഡിൻ്റെ എക്സ്ട്രാ ഇതുണ്ടായിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ടൈം വരെയുള്ള ഞങ്ങളുടെ ബാങ്ക് ലോണും ഞങ്ങളുടെ ഇതെല്ലാം ഇവിടെ നിന്ന് റണ്ണായി പോകുന്നുണ്ട്. ഐസ്ക്രീം എപ്പോഴും ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഐസ്ക്രീം പലയിടങ്ങളിലും ബ്രാൻഡ് കമ്പനികൾ ഒരു 1 സ്കൂപ്പിനൊക്കെ അവർ 4 ഇരട്ടി വരെ പേയ്മെൻ്റാണ് വരുന്നത്. ഞങ്ങളുടെ ഇവിടെ ഒരു 210-20 rupees ഉണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 പേർക്ക് ഐസ്ക്രീം കഴിക്കും. അത്രയും കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഭയങ്കര പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നില്ല. ഇതിവിടെ റൺ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ അദാനിയുടെ ഓഫീസായിരുന്നു കുറച്ച് മുമ്പ് വരേണ്ടത്. അവിടുത്തെ സീനിയർ മാനേജർ ലെവലിൽ അവരെ ഇൻ്റർവ്യൂസ് ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വരും. ദ സെയിം തിങ് അവിടുത്തെ മീൻസ് ക്ലീനിങ് സ്റ്റാഫും അവരും അവരുടെ മകനും ഇവിടെ വരും. ഞാനത് പറയുന്നത് ഒരേ ബിഗ് ഓഫീസിൽ 2 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള സാലറി മേടിക്കുന്ന ആളുകൾ 2 പേർക്കും ഒരു നോർമൽ കുടുംബത്തിന് പോലും വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിച്ചിട്ട് പോകാൻ കഴിയുന്ന ഒരു ഷോപ്പായിരിക്കണം എന്നാണ് മാഡത്തിൻ്റെ കാര്യം. അത് പോകുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ലാഭങ്ങളല്ല, ബട്ട് വി ഹാവ് പ്രോഫിറ്റ്. ഒരു ഫാമിലി വന്ന് പോകാനായിട്ട് ഇവിടെ 200-700 രൂപയിൽ അവർക്ക് എല്ലാം കഴിച്ചു പോകാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഐസ്ക്രീം കഴിക്കാൻ പറ്റും. ഐസ്ക്രീമും മിൽക്ക് ഷേക്സും മോമോസും വാഫൽസും കഴിച്ചു പോകാൻ പറ്റും. 1000 rupees ബഡ്ജറ്റിൽ ഒരു 2 മുതൽ 4 മുതൽ ഫാമിലിക്ക് കഴിച്ചു. ചേച്ചി എവിടെയുള്ള ആളാണ്? ട്രിവാൻഡ്രംകാരിയാണോ അല്ല വേറെ എവിടെന്നെങ്കിലും വന്ന് ഇവിടത്തെ താരമായി മാറിയ ആളാണോ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ ദൈവമേ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട്. ബ്രോട്ട് അപ്പ് ഫ്രം സെവറൽ പ്ലേസസ്. അതിലിപ്പോൾ വളർന്നത് മുംബൈയിലുണ്ട്, പലയിടങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ തിരുവനന്തപുരംകാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കൂടുതൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം ഞാൻ എറണാകുളമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തിൻ്റെ ആർക്കും അറിയില്ല ഞാൻ എക്സാക്റ്റ് എവിടെയാണ്. കൊച്ചിനാണ്, പക്ഷെ ഇപ്പം എവിടെയാണ്.
പഠിച്ചതൊക്കെ എന്താണ്? ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സാണോ അല്ല വേറെ എന്തെങ്കിലും? അല്ല കേട്ടോ, ഞാനൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ്. ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണോ? എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാൾ ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സിൽ വർക്ക് ചെയ്തു. ട്രെയിനറാണ്. പിന്നെ ഫുഡ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. അതിങ്ങനെ ഫുഡിനോട് പാഷൻ ഉണ്ടല്ലോ, ഒരു പാഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങിയ ഒരു സംഭവം. പലതരം ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അതിൽ ചേച്ചി അറിയപ്പെടുന്നത് സോഷ്യൽ ഓണ്ടർപ്രണർ എന്നാണ്. അപ്പോൾ അതെന്താണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? അയ്യോ, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാനൊരു ഓണ്ടർപ്രണർ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഉണ്ടായിരുന്നത്. ഞാൻ ആ സംരംഭത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ബ്രാൻഡ് തന്നെ ഷാലിൻസ് ക്രിയ എന്നുള്ളതാണ്. അപ്പോൾ ക്രിയ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി, ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങൾ, ഇവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സിംഗിളായിപ്പോയ പാരൻസ്, അവരുടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിങ് പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മണി മേക്കിംഗ് അല്ല ഉള്ളത്, ഇറ്റ്സ് സർവീസ് സെക്ടർ ആയിട്ടാണ്. പിന്നെ ഞാൻ അങ്ങനെയാണ് ഐഫ്രൂട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഷാലിൻസ് ക്രിയ ഐഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഐസ്ക്രീം, ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റിലേക്ക് വരുന്നു. അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിലേക്ക് വന്നത്. എൻ്റെ ചോറ്റുപാത്രം വേറൊരു ബിസിനസ്, അതും ഒരു സോഷ്യൽ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അതും കുറേ പേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നവരത്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ബീയിങ് അലോൺ, അങ്ങനെയുള്ളവർക്ക് നമ്മളോടൊപ്പം വന്ന് സംസാരിക്കാനും ഇരിക്കാനുമുള്ള ഇടമായിട്ട് നമ്മുടെ ഈ ഐഫ്രൂട്ടിന്റെ ഈ ഒരു 4 ചുവരുകൾ വന്നിരിക്കാം. നിങ്ങളോട് ആരും ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇല്ല. എനിവൺ, ഒരു മനുഷ്യൻ എവിടെയെങ്കിലും വന്നിരിക്കണം, ഒരല്പസമയം തനിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹി ഹാസ് സം മെന്റലി അവർ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് പെയിൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ദേക്കാൻ നമുക്കിവിടെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഒറ്റയ്ക്ക് വന്നെടുക്കും. 2 പേരുണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്കാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വന്നിരിക്കാം, അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ എന്താണ് പെയ്ഡായിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ സ്ത്രീ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇതുണ്ട്. അവരൊക്കെ ഒരു പ്രത്യേക കാരണങ്ങളോ അല്ലെങ്കിൽ ഒരു ലിഖിതമായിട്ടുള്ള കുറേ ഇതുണ്ട്. അവർക്ക് ഇന്ന മെമ്പേഴ്സ് ഫീസും അങ്ങനെ. ഇതൊന്നുമല്ലാതെ നിങ്ങൾക്കൊരല്പസമയം മാസത്തിലൊരു ദിവസം ഒരുമിച്ചിരിക്കാനും വർത്തമാനം പറയാനും നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ദാറ്റ് ഈസ് പെൺമ പെരുമ. ലോക്ക്ഡൌണിന്റെ 3ാം വാർഷികമായിരുന്നു ഐഫ്രൂട്ടിന്റെ 3ാം വാർഷികം. അന്നാണ് പെൺമ പെരുമ 3ാം വാർഷികത്തിനാണ് ലോഞ്ച് ചെയ്യുന്നത്. പെൺമ പെരുമയുടെ ഒറ്റ പ്രോഗ്രാമേ നടത്തിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന് ഞാൻ കൊച്ചിയിൽ ഗസ്റ്റായിരുന്നു. അപ്പൊ അന്ന് എന്നോട് അവിടെ ചോദിച്ച ചോദ്യത്തിൽ പെൺമ പെരുമയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഒറ്റ ദിവസം കൊണ്ട് നടത്തിയ ആദ്യ ഒരൊറ്റ പ്രോഗ്രാമില് നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ 2ാമത് പെൺമ പെരുമ നടത്തിയത് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് NJN കിഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് നമ്മളൊരു റീഡിങ് ഹാബിറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തി. അത് 2ാമത്തെ പ്രോഗ്രാമായിരുന്നു. ഇനി അടുത്ത പെൺമ പെരുമയുടെ അടുത്ത പ്രോഗ്രാം അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കെസാമിയ മോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒരു ലേഡിയുടെ ഒരു 17ഓളം വെൻഡേഴ്സിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പ് നമ്മൾ പെൺമ പെരുമ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റൂറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിനും അവരുടെ ഒരു എന്താ പറയുന്നത് അവരുടെ മാർക്കറ്റിങ്ങിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളെന്ന് പറയുന്നത് ഞാൻ മാത്രമായിട്ടാണ്. എന്താ പറയാ 2 വയസ്സുള്ള ഡോറാബുബിന്റെ ചോറ്റുപാത്രം വിളിച്ചു എടാ ഇതിന്റെ ഒരു സ്റ്റില്ലെടുത്ത് തരണം എനിക്ക്. ഷാലിൻ ചേച്ചി ഇന്ന് എനിക്കിതാ ഈ ചോറ്റുപാത്രം വിളമ്പിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ കറികളുണ്ട്? ഇതിപ്പോ എന്താണ് കിച്ചടി പോലെ ഉണ്ട്. കിച്ചടി അല്ലാതെ ഒരു പ്രത്യേക തരം നമ്മുടെ നാടൻ കത്തിരിക്ക കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണത്. അത് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു കറിയാണ്. പക്ഷെ അത് ഞാൻ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇല്ലാതെ അതിന് നമ്മുടെ കേരള ഈ വെള്ളരി വെച്ചിട്ടുള്ള സാലഡ് വെള്ളരി വെച്ചിട്ടുള്ള കിച്ചടി ഇല്ലേ, ആ ഒരു കിച്ചടിയുടെ ടേസ്റ്റും അതിനകത്ത് ബ്രിഞ്ചോൾ ഇട്ട ഒരു ടേസ്റ്റും അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്?
പിന്നെ ചമ്മന്തി നല്ല അരഞ്ഞിട്ടുണ്ട്, നാടൻ തേങ്ങയാണ്. ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സിയിലൊക്കെ അടിക്കാറുണ്ട്. അങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും. നമുക്ക് ഇവിടെ ഒരെല്ലാം അരക്കുന്ന അരകല്ലല്ല, അതിന്റെ ടേസ്റ്റ് ആണ് ഇതിൽ കാണാനുള്ളത്. പിന്നെ ഇത് അച്ചാറ്, നെല്ലിക്ക അച്ചാർ അല്ലേ, ഡെയിലി ഇടുന്നതാ. പിന്നെ ചേച്ചി നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ കംപ്ലീറ്റ്ലി ഓയിൽ യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓയിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഇന്ന് ഇത്രയും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 സ്പൂൺ ഓയിലേ ഉള്ളൂ ഇത്രയും കറിക്ക്. ഈ അച്ചാറിലൊക്കെ കഴിക്കുമ്പോ ഓയിലുണ്ടോ? ഓയിൽ അച്ചാർ കൂടുതൽ കാലം വെച്ചിരിക്കാനാണ് ഇങ്ങനെ ഓയിലൊക്കെ കൂടുതൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഈ അച്ചാറുകൾ 2-3 ദിവസത്തേക്കേ കാണത്തുള്ളൂ, അതിനുള്ളിൽ തീരും. അപ്പം കുറച്ച് സമയത്തേക്ക് ഉണ്ടാക്കുന്ന കാര്യം അന്നത്തേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെന്താണ്, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം അതില് ഒരു രസത്തിന്റെ ടേസ്റ്റ് ഉണ്ട്, എന്നാൽ നമ്മുടെ നല്ല നാടൻ മീൻ കറിയില്ലേ അതിന്റെ ഒരു ചെറിയൊരു ഫ്ലേവറും ഉണ്ട്. അതൊരു മീനില്ലാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മീൻ കറീന്റെ ഒരു ഫ്ലേവർ ചേർത്തിട്ടുള്ള ഒരു കറിയാണത്. കാരണം ചോറ് കഴിക്കുമ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ആണ്, അപ്പൊ ചോറ് കഴിക്കുമ്പോൾ അവർക്കതൊരു മീനിന്റെ ഫീൽ ഉണ്ടാവുകയും വേണം. പക്ഷെ മീനൊട്ടില്ല എന്താണ്. ഇത് വാഴത്തട ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിച്ചു. ഇത് വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മളെ നിർബന്ധിച്ചാണ് കഴിപ്പിക്കുന്നത്. അതായത് ഇത് കഴിക്കാനൊക്കെ മടിയാണ്. അപ്പൊ ഇങ്ങനെ പറയും വാഴത്തട കഴിക്കണം, ഈ കൂമ്പ് ഇങ്ങനെ തോരനുണ്ടാക്കണം കഴിക്കണം, ഒരുപാട് ഗുണം എന്ന് പയർ ഇട്ടിട്ടുണ്ടല്ലേ. ചെറുതായിട്ട് പയർ ചിലപ്പോൾ നമ്മൾ മുളപ്പിച്ചിടുന്നേ, ഇന്നിപ്പോ മുളപ്പിച്ചിട്ടിട്ടില്ല. ചില ദിവസങ്ങളിൽ കൂടുതലും മുളപ്പിച്ച പയറാണ് കൂടുതൽ ഉപയോഗിക്കുക. ഫൈബർ കണ്ടന്റ് കൂടുതൽ ശരീരത്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ ഭക്ഷണത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധ കൊണ്ടുവരും. ഓക്കെ. പിന്നെ ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ കറികൾ ഇവിടെ സാധാരണ ഓരോരുത്തർക്ക് കൊടുക്കാറുണ്ട്? ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചാണോ കറികൾ ഉണ്ടാക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ആക്ച്വലി നമ്മൾക്കൊരു മെനു ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ മീൻ കാണും, ചില ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് ട്രോളിങ് ആയതുകൊണ്ട് നമുക്ക് മീനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻ നമുക്ക് അടുക്കാൻ പറ്റാത്ത വിലയാണ്. കാരണം ഇത് ഇത്രയും കൊടുക്കുന്നത് 49 രൂപയ്ക്കാണ്. പിന്നെ ഇതെല്ലാം തനി നാടൻ പച്ചക്കറികളാണ്. 49 രൂപയ്ക്കാണ് ചോറ്റുപാത്രത്തിലാക്കി കൊടുക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ചോറ്റുപാത്രമാണ്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ചോറ്റുപാത്രം. കറിപ്പാത്രം അല്ല കേട്ടോ, ഇത് ചോറ്റുപാത്രമാണ്. 2 വയസ്സുള്ള നാളെ 2 വയസ്സാകുന്ന ഡോറാമോളുടെ ചുറ്റുപാത്രമാണിത്. പ്രീ സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞാണ്. പല അളവിലുള്ള പല റേഞ്ചിലുള്ള. ഇത് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിലെ 2 കുഞ്ഞുങ്ങളുടെ ചുറ്റുപാത്രമാണ്. ഇത് SBIയില്, ഇത് ഹാബിറ്റാറ്റിന്റെ ഓഫീസില്. ഇല്ല, അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എത്ര മണിക്ക് രാവിലെ എണീക്കാറുണ്ട് ഇത് ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ? 6 മണിക്ക്. ഒറ്റയ്ക്കാണോ ഇത് ചെയ്യുന്നത്? അല്ല, ഇപ്പോ ഒരു 4 മാസം മുന്നേ വരെ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മക്കളൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇപ്പൊ 4 മാസമായിട്ട് മക്കൾ 2 പേരും അടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയുണ്ട്. ഇടയ്ക്ക് ഒരു ചേച്ചി വന്നു പോയിരുന്നു. ഇപ്പൊ ഒരു പെൺകുട്ടിയുണ്ട്. അവളൊരു 6:45-7 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അപ്പോഴേക്കും അരിയിട്ട് ബാക്കി കാര്യങ്ങൾ അവളൂടെ വന്നിട്ട് അരിഞ്ഞ് സഹായിച്ചു തരും. പാത്രം എല്ലാം കഴുകി എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഇത്രയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ചായിരിക്കും അടുക്കളയിൽ ഉണ്ടാവുക. പാചകമൊക്കെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇത് എത്ര ലാഭം കിട്ടും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്? അത് സാധാരണ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ട് ചെയ്യാം. ഏതൊരു സ്ത്രീക്കും അവളുടെ വീട്ടിലിരിക്കുമ്പോൾ തൊട്ടടുത്ത നമുക്കറിയാം, നമ്മുടെ പല വീടുകളുടെയും തൊട്ടടുത്തൊക്കെ പല വീടുകളിലും പ്രായമുള്ള അച്ഛനമ്മമാര് മാത്രമാണ്. ഒരു ജോലിക്കാരിയെ വെക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ ഇന്നത്തെ അമിതമായിട്ടുള്ള സാധനങ്ങളുടെ വില അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 5 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. അങ്ങനെ 5 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവളുടെ വീട്ടിലെ ഭക്ഷണത്തിന് പൈസ അതിലുണ്ടാകും എന്നുള്ളതാണ്. ഞങ്ങൾക്കിത് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള 2-3 ലാഭങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് റെന്റഡ് ഹോമാണ്. എൻ്റെ വീടിൻ്റെ റെന്റ് നടന്നു പോകും. ഇതുകൊണ്ട് ബന്ധപ്പെട്ട 2 സ്റ്റാഫുണ്ട്. അവരുടെ 2 പേരുടെയും വീടും സാലറി അതിൽ പോകുന്നുണ്ട്, വീട് അതിൽ നടന്നു പോകും. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ 10-17ഓളം പേരുടെ ഉച്ചഭക്ഷണം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ അത്രയും ഭക്ഷണം വയറ് നിറയും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കുന്ന നല്ല കുറേ ആത്മബന്ധങ്ങളാണ്. അത് എത്ര പൈസ കൊടുത്താലും കിട്ടാത്തതാണ്. കാരണം ഭക്ഷണത്തിലൂടെ കിട്ടുന്ന അല്ല, അത് കാരണം വെച്ച് കഴിഞ്ഞാല് എൻ്റെ മക്കള് 2 പേരും ഇവിടെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ പാടെ 3 ദിവസം ഫുൾ ബെഡിലായിരുന്നു. അപ്പൊ എന്നെ നോക്കുന്നത് ലൂക്ക് എന്ന് പറയുന്ന ഒരു മോനായിരുന്നു. അവൻ എൻ്റെ ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ അല്ലാതെ
പിന്നീടാണ് അറിയുന്നത് അവനായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് അവൻ ഭക്ഷണത്തിൽ ചോദിച്ചാണ് ഇവിടെ ആദ്യം വന്നു തുടങ്ങുന്നത്. പിന്നീടാണ് അവനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ നമ്മൾ കണക്റ്റഡ് ആണെന്ന് അറിയാം. സുഖം. ഇത് ഷാനവാസ് എനിക്ക് തോന്നുന്നു 1.5 മാസമായി. ഇതിന് മുമ്പ് വയനാട്ടുകാരനാണ് കേട്ടോ, വയനാട്ടുകാരനാണ്. ഇതിന് മുൻപ് വേറെ ഇവിടെ ഫുഡ് കഴിച്ചിരുന്നില്ല? ഇവിടെ ഞാൻ ക്യാൻറ്റീനിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ യൂട്യൂബിൽ ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2-3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ, വന്നാൽ മതി. എപ്പോഴും പറയുന്നത് വന്നാൽ മതി എന്ന് പറയാം. വന്നാ ഊണുണ്ട്. രാവിലെ വരുന്ന ഒരാളാണ് കേട്ടോ ഷാനവാസ്. രാവിലെ ചില ദിവസങ്ങളിലൊക്കെ 9 മണിക്കൊക്കെ വരും, ചില ദിവസങ്ങളിൽ. എത്ര മണിയാകുമ്പോ ഇവിടെ വന്ന് ഫുഡ് എടുക്കാം? ഞാൻ 9:15, 9:30 ആ സമയത്താണ് എടുക്കാറ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നോ തള്ളി പറയാം. ആക്ച്വലി വീട്ടിൽ നിന്നുള്ള ഫുഡ് മിസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വന്നത് തന്നെ. ചേച്ചി, ഷാലിൻസ് ക്രിയ എന്റെ ചോറ്റുപാത്രം, അങ്ങനെയാണ് ഈ ചോറ്റുപാത്രത്തിന് പേരിട്ടേക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ഇതുപോലെ ഊണും ഫുഡും ചോറ്റുപാത്രമൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ചേച്ചിയുടെ ചോറ്റുപാത്രത്തിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഷാലിൻസ് എന്ന് പറയുന്നത്, ഷാലിൻ എന്ന് പറയുന്നത് എന്റെ പേരാണ് കേട്ടോ. ക്രിയ എന്ന് പറയുന്നത് ഒരു 18 years ബാക്ക് എനിക്കൊരു ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും ഞാൻ ഉൾക്കൊള്ളിപ്പിക്കുന്ന പേരാണ് ക്രിയ. ജസ്റ്റ് ഡൂയിങ് വെർബ്. ക്രിയ നമ്മുടെ മലയാളത്തിലെ ക്രിയ തന്നെയാണ് ഹിന്ദിയിലെ ക്രിയ. യെസ്. അപ്പൊ അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. ഷാലിൻസ് ക്രിയ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബ്രാൻഡ് നെയിം അതാണ്, ഷാലിൻസ് ക്രിയ. ചോറ്റുപാത്രം തുടങ്ങിയത് നേരത്തെ പറഞ്ഞില്ല, എന്റെ ഐഫ്രൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം. ഐഫ്രൂട്ട് എന്നാണ് എന്റെ ഐസ്ക്രീം പാർലറിന്റെ പേര്. അടുത്ത് തന്നെയാണ്, വഴുതക്കാട്. അപ്പോൾ അവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്ന ഒരു 3-4 കുഞ്ഞുങ്ങൾ, അവർ സംഗീത കോളേജിലെ മക്കളാണ്, ജിത്തുവും ക്രിസ്റ്റിയൊക്കെ. അവരെ 2-3 ദിവസം കഴിഞ്ഞ് വഴിയിൽ വെച്ച് കണ്ടു. എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അവർ ഫുഡ് കഴിച്ചിട്ട് വരികയാണ്. ഫുഡ് കഴിച്ചിട്ട് വരുമായിരുന്നു അവർ. പക്ഷെ അവർ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ, അതായത് പപ്സും നാരങ്ങ വെള്ളവും ഒക്കെയാണ് അവർ കഴിക്കുന്നത്. നമ്മുടെ കോളേജിന്റെ കേസ് എടുത്താലും, ഞാൻ പഠിച്ച കോളേജിലായിരുന്നാലും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉച്ച സമയത്ത് ചിലപ്പോൾ കഴിക്കത്ത് പോലുമില്ല. അല്ലെങ്കിൽ ഈ ചെറിയൊരു ബേക്കറിയിലൊക്കെ പോയി ഒരു ലൈം ജ്യൂസും ഒരു പപ്സും അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് വരും. അവർ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഹോസ്റ്റലുകളിൽ അവരുടെ വീട്ടിൽ കഴിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫുഡും ഇല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പേഴ്സണലി അറിയാവുന്നവരുടെ കേസ് അങ്ങനെയാണെങ്കിൽ ഇത്രയും സ്റ്റുഡൻസ് പഠിക്കുന്ന തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങള് അവരെ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഈ ഒരു ചിന്ത. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചു, ഞാൻ വീട്ടിൽ എത്ര രൂപയാണ് ഫുഡ് ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു 33 രൂപയാണ് ഇതിന് ചെലവാകുന്നത്. ഒരു ഊണിന് എന്താ പറയുന്നത്, ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനം 10 രൂപയ്ക്കും അതുപോലെ തന്നെ 10-15 രൂപയ്ക്കൊക്കെ പഫ്സ് എന്ന് പറഞ്ഞിട്ടും സ്നാക്സ് പറഞ്ഞിട്ട് പല സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു 15 രൂപയ്ക്കൊക്കെ ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും ഇവർ ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഫ്ലഡ് വന്ന സമയത്ത് നമ്മൾ ഒരുപാടിടത്ത് ഇപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചിട്ട്, ജങ്ക് ഫുഡൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള അനാരോഗ്യപരമായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ തലമുറയുടെ ഹെൽത്തിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചു, 3 പേർക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 5 പേരുണ്ട്. ഫിസിക്കലി ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പൊതിയാനോ, എനിക്ക് പാർക്കിൻസൺസ് ഉണ്ട്, ഓർമ്മയുടെ പ്രശ്നമുണ്ട്. ഞാനൊരു 20 വർഷം മുമ്പ് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ മക്കളോടൊപ്പം ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇന്ന് നമ്മളിപ്പോ ഒരു 100-160 പേർക്ക് ഉണ്ടാക്കുന്നു. വീട്ടില് പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു ജീവിതമാണ് അല്ലേ? ആണ്, തീർച്ചയായിട്ടും ആണ്. ഇതിപ്പോ എന്റെ ചോറ്റുപാത്രം. ഇത് നീ വാങ്ങിക്കുമ്പോ നിന്റെ ചോറ്റുപാത്രം. അതാണ് എന്റെ, അതാണ് നമ്മുടെ ഒരു ഐഡിയ അല്ലേ?
കൊള്ളാലോ, എഴുതിയിട്ടൊക്കെ ഉണ്ട്. അത് ചിലരുടെ പേരുകൾ എന്റെ ചുറ്റുപാത്രം അതെല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. ചേച്ചി നേരത്തെ ഒരു കൊച്ചുകുട്ടി വന്നില്ലേ, ഡോറാമോൾ. അപ്പം ആ കുട്ടി എത്ര നാളായിട്ട് ഇവിടെ നിന്ന് ചോറ്റുപാത്രം? 2 മാസത്തോളം. 2 മാസം. അത് ഇത്രയും ചെറിയ കുട്ടികളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതാണ് നമ്മുടെ ചോറ്റുപാത്രത്തിന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ചോറ്റുപാത്രം അവര് ആക്ച്വലി കോള് വിളിച്ചപ്പോൾ തന്നെ ഞാനും ഞെട്ടിപ്പോയിട്ടോ. 2 വയസ്സുള്ള കുഞ്ഞൻ എന്താ ഇവർക്ക് വീട്ടിലൊന്നും വെച്ച് കൊടുക്കുന്നത്. പിന്നീടാണ് ഓരോരുത്തരുടെ സാഹചര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുള്ളത് കൊടുത്തുവിടാൻ, സ്കൂളുകളിലേക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തന്നെ കൊടുത്തുവിടാൻ ചിലരുടെ സാഹചര്യങ്ങളാണ് അനുവദിക്കുന്നത്. പക്ഷേ ഈ 2 വയസ്സുള്ള കുഞ്ഞ് രാവിലെയും വൈകിട്ടും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എന്താ പറയുന്നത്, ഡിന്നറായിട്ടും ലഞ്ചും അതെല്ലാം ഈ പറയുന്ന കാപ്പി തന്നെ കഴിക്കണം എന്നുള്ള ചിന്ത, ഒരു പറ്റി ചോറ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവരിങ്ങനെ എൻ്റെ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ സ്വന്തം എന്നതുപോലെ തോന്നിയത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്നാ പറഞ്ഞത്. വീട്ടില് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കൊച്ചുകുട്ടിക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഫുഡ് ഒരിടത്തുനിന്ന് കിട്ടും. ഡോറമോളുടെ പാത്രത്തില് ഇതെല്ലാം ചില ദിവസം വരില്ലേ, അത് ഞാൻ ചില ദിവസങ്ങളില് മുട്ടയുള്ള ദിവസങ്ങളില് മുളകും ഇതൊന്നും ഇടാണ്ടുള്ള മുട്ടയും, ഡോറയ്ക്ക് വേറെ ഇതാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രം വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് അങ്ങനെ ചിലർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത കാര്യം, ഒരാൾക്ക് അവരുടേതായ നീഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇന്ന കറി വേണ്ട, ഇന്ന കറിയില് ചില അസുഖങ്ങളുള്ളവര് കാണും, ഉപ്പ് കൂടുതൽ കഴിക്കും, അങ്ങനെയുള്ളവർക്ക് ഉള്ളത് അതുപോലെ ചെയ്യും. അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അല്ലേ? അതെ, നമ്മൾ ആക്ച്വലി നമ്മുടെ എന്താ പറയാ, നമുക്ക് വിമൻസ് കോളേജിൽ ഒരു സാറുണ്ട്. സാറിന് സാലഡ് പോലുള്ള അത് റോ വെജിറ്റബിൾസ് ഒന്നും പറ്റത്തില്ല. ഉള്ളിയൊന്നും സാറിന്റെ ഭക്ഷണത്തിലേ വരാൻ പാടില്ല. പുള്ളിക്ക് എന്തെങ്കിലും ഒരു അലർജിക്ക് ഉള്ള ഒരാളാണ്. സോ സാറിന്റെ ഭക്ഷണത്തിൽ അതൊക്കെ ഒഴിവാക്കും. ചിലർക്ക് പ്ലെയിൻ തൈര്, അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കട്ട തൈര് വെക്കുന്ന ദിവസങ്ങളിൽ അവർക്കത് വെക്കത്തില്ല. ആക്ച്വലി നമ്മുടെ ചോറ്റുപാത്രം രാവിലെ 7 മണി വരെ ബുക്കിംഗ് ഉണ്ട്. 1-2 ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് കൂടാതെ ഒരു 25 ചോറ്റുപാത്രം എക്സ്ട്രാ ചെയ്യും. ആവശ്യങ്ങൾ. പക്ഷെ അത് രാവിലെ ഒരു എന്താ പറയാ, ഒരു 7:30 മണിയൊക്കെ ആകുമ്പോ അത് തന്നെ ഫില്ലാവും. അപ്പൊ തീർന്നു പലപ്പോഴും. പിന്നെ പാക്ക് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും 1-2 ഒക്കെ വരും. അതൊരു 9:30 ആകുമ്പോൾ അതും തീരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 9072227292. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇടാം. ഇനി എമർജൻസി കേസസ് 9:30 ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങും. 9:30 ശേഷം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണിയാണ്, വീട്ടിലും ആരും കാണില്ല. ഇപ്പൊ ഈ ചോറ്റുപാത്രം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം 300 രൂപ സ്ഥിരം വാങ്ങിക്കുന്നവർ പ്ലാസ്റ്റിക്സിന് അവോയ്ഡ് ചെയ്യാൻ 300 രൂപ അടച്ചാൽ ഈ ഒരു ചോറ്റുപാത്രം സ്വന്തമാക്കാം. പിന്നെ ഡെയിലി 49 രൂപയാണ് ലഞ്ചിന്റെ വില. ഇനി അതല്ലാത്തവർക്ക് നമ്മൾ കണ്ടെയ്നർ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് 12 രൂപ എക്സ്ട്രാ ആണ്. കണ്ടെയ്നറിന്റെ വിലയോട് ചേരുമ്പോൾ 62 രൂപയാകും. 49 + 13 ആകുമ്പോൾ 62 രൂപയാകും. വല്ലപ്പോഴും എടുക്കുന്നവർക്ക് ഇത് ഈ കണ്ടെയ്നറിന്റെ കാശ് തരണം. 13 രൂപയും കൂടെ എക്സ്ട്രാ. ഇതിങ്ങനെ ഒട്ടിക്കും. ലോഗോ എന്റെ ചോറ്റുപാത്രം. ഇപ്പൊ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു പരിപാടി തുടങ്ങണമെങ്കിൽ അതിനെന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇപ്പം സർട്ടിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? ആക്ച്വലി ഫുഡ് റിലേറ്റഡ് എന്ത് സാധനം ചെയ്യുവാണെങ്കിലും ഫുഡ് സേഫ്റ്റി ഇന്ത്യയുടെ ലൈസൻസ് നിർബന്ധമാണ്. നമ്മുടെ ഇവിടെ ഉള്ള വേസ്റ്റ് നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ നഗരസഭയിലുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് നഗരസഭയിൽ തന്നെ നിങ്ങളുടെ വേസ്റ്റുകളൊന്നും വെറുതെ ഇടാതെ നഗരസഭയുടെ വേസ്റ്റ് എടുക്കുന്ന ആ ടീമുമായിട്ട് ബന്ധപ്പെടുക. വേസ്റ്റുകൾ ഇത് മീൻസ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. 2 ഹൈജീൻ ആയിരിക്കണം എപ്പോഴും. നിങ്ങളുടെ ഡ്രൈനേജ് സിസ്റ്റവും എല്ലാം ക്ലീൻ ആയിരിക്കണം. ശുദ്ധിയുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മളിത് ചെയ്യുന്ന ഒരു ചെറിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനൊരു കൊമേഴ്ഷ്യൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ചെറിയ രീതിയിൽ ചെയ്യുന്നതിന്, ഇതൊരു ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീടിനുള്ളിൽ ചെയ്യുന്നതിന് വേറെ വലിയ ലൈസൻസുകളൊന്നും ആവശ്യമില്ല. FSSAI നിർബന്ധമാണ്. പിന്നെ നമ്മളിപ്പോൾ ഭയങ്കര കോസ്റ്റിലൊക്കെ ചെയ്യുന്ന ഒരു 3000-4000 രൂപ കൂടുതലൊക്കെ നിങ്ങൾ വരുമാനമൊക്കെ ഡെയിലി ലാഭം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് മാറും. നമുക്കിത് അങ്ങനെയുള്ള രീതിയിൽ വരാത്തതുകൊണ്ട് ഏതൊരു സ്ത്രീക്കും സ്വന്തം അടുക്കളയിൽ നിന്ന് തുടങ്ങാവുന്ന ഒരു കുഞ്ഞു സംരംഭമാണ് ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത്രയും രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ സത്യം പറയാട്ടോ, ഇത്രയും രൂപയ്ക്ക് ചെയ്താലും ലാഭമുണ്ട്. ഇതിലെപ്പോഴും ഏതൊരു ബിസിനസിന്റെ ലാഭം എന്ന് പറയുന്നത്, ലാഭം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊക്യൂർമെന്റിലാണ്.
പ്രൊക്യൂർമെന്റ്, നമ്മൾ സാധനങ്ങൾ കണ്ടെത്തുന്നതും സാധനങ്ങളുടെ വിപണി, റിസോഴ്സസ് എത്ര നമ്മൾ എത്രത്തോളം ഫീസിബിൾ ആയിട്ട് നമ്മൾ കണ്ടത് അത്രത്തോളം നമുക്ക് ലാഭമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പട്ടിപ്പണിയെടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഈ പറയുന്ന വാഴപ്പിണ്ടി തിരുവനന്തപുരത്ത് നമ്മുടെ ഇവിടുത്തെ പെട്ടെന്നുള്ള സൂപ്പർ ബസാറിൽ പോയി മേടിക്കുവാണെങ്കിലോ സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിലോ 25-30 രൂപ വരുന്ന വാഴപ്പിണ്ടി ഞാൻ വാഴപ്പിണ്ടിക്കായിട്ട് നെടുമങ്ങാടും വെള്ളായണിയും ഈവൻ കാട്ടാക്കട വരെ യാത്ര ചെയ്യും. ഇതെല്ലാം കിട്ടുന്ന സ്ഥലം ഇതൊക്കെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന അങ്ങനെയുള്ള ഏരിയസ് എടുക്കുന്നതാണ്. നമ്മുടെ അത് മാത്രമല്ലാതെ വഴുതനങ്ങ അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ വിത്ത് പല സ്ത്രീകളെ ഏൽപ്പിച്ചിട്ട് അവരുടെ വീട്ടിൽ അവരുടെ മട്ടുപ്പാവിൽ വളരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിന് ഭയങ്കര കോണ്ടാക്ട്സ് വേണമല്ലേ, പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ കണക്ഷൻ വേണമല്ലേ, ഓരോ കറി ഉണ്ടാക്കാനായിട്ട് നെടുമങ്ങാട്. ഇപ്പൊ ഒരു കാര്യം ആക്ച്വലി നമുക്കിപ്പോ മുരിങ്ങയല്ല, നമ്മുടെ കാട്ടാക്കട MLA ബി സതീശൻ സാറിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കണക്ടോൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് കാട്ടാക്കടയിൽ നിന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്ക് 4 കിലോ മുരിങ്ങയില വന്നത്. എല്ലാ പ്രോജക്റ്റുകളും ഞാൻ ഈ കർഷകരെ സംബന്ധിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഭാഗമാണ് എൻ്റെ ചോറ്റുപാത്രം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതുവഴി നമുക്ക് ചക്ക, മുരിങ്ങയില, വാഴപ്പിണ്ടി, ചേന, ചേമ്പ്, കാച്ചില് അതൊക്കെയാണ് നമ്മുടെ ചോറ്റുപാത്രത്തിൽ നിറയുന്നത്. ഇപ്പം ചെറുതായിട്ട് മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പൊ അവർക്ക് അവരുടെ തക്കാളിയോ അല്ലെങ്കിൽ ചെറിയ വെണ്ടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വലിയ വിപണിയിലിട്ട് വിൽക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ അത് എടുക്കുമോ? പിന്നല്ലാതെ. പിന്നെ അത് മാത്രമല്ല, വീടുകളിൽ വെറുതെ വളർന്നു പോകുന്ന കോവയ്ക്കയുടെ ഇലകളും വെട്ടിക്കളയാറാകുമ്പോഴേക്കും വീട്ടുകാരെന്നെ വിളിക്കും, ഞാൻ പോയി വാങ്ങിയിട്ട് വരും. എപ്പോഴെങ്കിലും ഇത് മുടങ്ങിയിട്ടുണ്ടോ? കാര്യം എല്ലാ ദിവസവും ഇങ്ങനെ ഓർഡർ ഉള്ള സമയത്ത് എപ്പോഴെങ്കിലും മുടങ്ങാൻ ചാൻസ് ഇല്ല. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും യാത്രകൾ പോകുമ്പോഴോ വീട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ വരുമ്പോഴോ ഒക്കെ അപ്പോൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ മാനേജ് ചെയ്യും? ആക്ച്വലി നമുക്ക് ചോറ്റുപാത്രം തിങ്കൾ മുതൽ വെള്ളി വരെയാണുള്ളത്. സെക്കൻഡ് സാറ്റർഡേ പബ്ലിക് ഹോളിഡേസ് സൺഡേസ് ഒന്നും ഇല്ല. ഞായറാഴ്ചകളിൽ നമ്മുടെ ചോറ്റുപാത്രം കുറെ ചാനലിൽ വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഓഫീസുകൾ, അപ്പൊ അവരുടെ ഓഫീസുകളുള്ള ദിവസമാണുള്ളത്. ആദ്യമേ ചോറ്റുപാത്രം ബുക്ക് ചെയ്യുമ്പോഴേക്കും ചോറ്റുപാത്രത്തിന് അന്വേഷിക്കുന്നവരോട് ആദ്യം പറയുന്ന ഒരു കാര്യം, ഇന്ന ദിവസങ്ങളിലാണ് ചോറ്റുപാത്രം ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി ഞാൻ കുറേ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യാതാവുമ്പോൾ ചോറ്റുപാത്രം ഉണ്ടാവില്ല. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം ചോറ്റുപാത്രത്തിൻ്റെ വരിക്കാരാവുക. ഏറ്റവും വലിയ സന്തോഷം, ഇടയ്ക്ക് ഞാൻ പല കാരണങ്ങൾ കൊണ്ട് 2 ആഴ്ച 1 മാസം വരെയൊക്കെ ചോറ്റുപാത്രം ചെയ്യാതിരുന്നിട്ടും ഞാൻ തിരികെ വന്നപ്പോഴേക്കും ഇവരെല്ലാവരും തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതാണ് ചോറ്റുപാത്രത്തിനോട് ചേച്ചിയോടുള്ള സ്നേഹമാണല്ലേ. ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പറഞ്ഞില്ലേ, അപ്പോൾ ചില സമയത്ത് പച്ചക്കറികളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം ഈ പിള്ളേരെല്ലാരും കൂടെ കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരും. പിന്നെ കഴിക്കുന്ന ആൾക്കാർ വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് കഴിക്കുന്നതില് ഇടുക്കിയിലുള്ള 2 പേരുണ്ട്. അപ്പൊ അവര് നാട്ടിൽ പോയിട്ട് വരുമ്പോ എല്ലാം അവരുടെ ഡിക്കിക്കകത്തിട്ട് കൊണ്ടുവരും. അവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ വീട്ടിലൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരും. അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ അമ്പിളിച്ചേച്ചിയും അതുപോലെ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു എന്തും പോരും കൂടെ ഇപ്പൊ ശരിയാക്കി. എല്ലാ ഫുഡ് ഐറ്റംസും സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ആപ്പുകളിലൂടെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഈ ചോറ്റുപാത്രം അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും? അതായത് ഇപ്പം ദൂരെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് വെച്ചാൽ ഇന്ന് ചോറ്റുപാത്രം ഒന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഇന്ന് ചേച്ചിയുടെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആപ്പ് വഴി വാങ്ങാനായിട്ടുള്ള വഴിയുണ്ട്. ഇച്ചിരി കഷ്ടപ്പാടാണ്, നടക്കില്ല. 2 കാര്യമുണ്ട്. ഒന്ന്, സ്വിഗ്ഗി സൊമാറ്റോയില് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു ചോറ്റുപാത്രം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആകണമെങ്കിൽ 80 രൂപ പുറത്താവും. കാരണം 30% കമ്മീഷൻ, പിന്നെ ടാക്സിന് പുറത്തുള്ള ടാക്സ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ചോറ്റുപാത്രം 9:30 ആകുമ്പോഴേക്കും ഞാനിവിടെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറൊരാൾക്കത് 9:30 മണി കഴിഞ്ഞിട്ട് പിന്നെ സ്വിഗ്ഗി സൊമാറ്റോയിൽ 12 മണിക്ക് ആവശ്യപ്പെടുന്ന ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ വിലയ്ക്ക് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫുഡ് പോലും വേസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് 10 മണിക്ക് മുമ്പ് ഏതെങ്കിലും കാരണവശാൽ 1 or 2 ഫുഡ് ബാക്കി വന്നാൽ അന്നേരം തന്നെ ഞാൻ ഗ്രൂപ്പിലിടും. ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്ന് അപ്പം തന്നെ അത് സെൽ ഔട്ട്. ഇല്ല, കാരണം ചോറ്റുപാത്രം കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഇനി പിക്കിള് മാത്രമേ ഉണ്ടാവും, കുറച്ച് രസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ക്യാൻസൽ.
എല്ലാം തീരും. ഇതെന്താണ് പെട്ടിനകത്ത്? ഇത് ഓരോന്നാണ്. നമുക്കിവിടെ കുറെ പേര് വന്നെടുത്തിട്ട് പോയല്ലോ. ഇനി നമ്മുടെ ചുറ്റുവട്ടമുള്ളവര് ഇവിടെ വന്നെടുക്കുന്ന 2-3 ഓഫീസുകളുണ്ട്. അതത്രയും ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വീടിന് പുറത്തൊരു ടേബിളിൽ വെച്ചേക്കും. ഇത് ഡെലിവറി ഉള്ളതാണ്. ഇത് ആർമി സ്കൂൾ മുതൽ കോട്ടൺ സ്കൂൾ അങ്ങനെ പലയിടത്തേക്കുള്ള ഡെലിവറി പാക്കുകളാണ് ഇതെല്ലാം. ഇനി ഇതെല്ലാമായിട്ട് എത്തിക്കും. ഇനി ഇപ്പൊ അടുത്ത് ഞാൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഈ ചോറ്റുപാത്രം തുറക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെ കറികളുണ്ട്, എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്ന് അറിയുന്നത്. അല്ല തലേ ദിവസം അറിയോ ചേച്ചി ഇങ്ങനെ അറിയിച്ചിരിക്കും, അല്ലെങ്കിൽ ഇന്ന വിഭവങ്ങളാണ് നാളെ ഉള്ളത് എന്ന് നേരത്തെ അവർ അറിയാൻ ചാൻസ് ഇല്ല? കാരണം ഞാൻ പോലും അറിയില്ലല്ലോ എന്താ ചെയ്യും. എനിക്കൊരു ചെറിയ പ്ലാനിങ്ങോടുകൂടെ തുടങ്ങാം. രാവിലെ എണീക്കുമ്പോ ആണ് ആലോചിക്കണത്. അല്ലല്ല, കാരണം നമ്മളിപ്പോ ഇന്നിപ്പോ വാഴക്കൂമ്പ് തോരൻ വെക്കണമെന്ന് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. വാഴക്കൂമ്പ് അരിയാൻ തുടങ്ങുന്നതായിരിക്കും നമ്പർ ചിലപ്പോ അന്നത്തെ ദിവസം രാവിലെ ഒരു 10-25 നമ്പർ എക്സ്ട്രാ കൂടുതൽ കയറണേ. അപ്പൊ ആ വാഴക്കൂമ്പ് അതിന് തികയുണ്ടാവില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ റീമിക്സും വേറെ പലതും ചേർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മെനു പലപ്പോഴും പറയാൻ പറ്റില്ല. പിന്നെ പലരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ ചോറ്റുപാത്രം തുറക്കുമ്പോൾ ഉള്ള മെനു. സർപ്രൈസ്. അതിപ്പോ അരവിന്ദും സുനിലും ഒക്കെ ആണെങ്കിൽ പറയും ഇന്ന് എന്താണെന്ന് നോക്കി അത് തുറന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് സംതൃപ്തി. ഷാനിൽസ് ക്രിയ എന്ന് പറയുന്ന ബ്രാൻഡിലെ പെൺമ പെരുമ, അതുപോലെ തന്നെ നമ്മുടെ ചോറ്റുപാത്രം, ഐഫ്രൂട്ട്, ഇതുപോലുള്ള ഇനി ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ ഇതിലേക്ക് ആഡായി വരട്ടെ. ഇതൊരു വലിയ സക്സസ് ആയി മാറ്റി. ഇപ്പൊ തന്നെ ആയി, ഇനിയും വലിയ സക്സസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് we are signing off. Thank you. Thank you.